വേനൽ കടുത്തതോടെ ഉണ്ടായ വൈദ്യുതി പ്രതിസന്ധിക്ക് പരിഹാരമായി അധിക വൈദ്യുതി വാങ്ങാൻ KSEBക്ക് റെഗുലേറ്ററി കമ്മീഷന്റെ അനുമതി 250 മെഗാവാട്ട് വൈദ്യുതി വരെയാണ് വാങ്ങാനാവുക. സംസ്ഥാനത്ത് അൾട്രാ വയലറ്റ് സൂചിക ഉയർന്നതോടെ 5 സ്റ്റേഷനുകളിൽ ഓറഞ്ച് അലേർട്ടും 4 സ്റ്റേഷനുകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചു. 12 ജില്ലകളിലെ യെല്ലോ അലേർട്ടും തുടരുകയാണ്. കൊല്ലത്തും എറണാകുളത്തും ഇന്ന് സൂര്യാതപം റിപ്പോർട്ട് ചെയ്തു. എന്നാൽ ചൂടിന് ആശ്വാസമായി ബുധനാഴ്ച മുതൽ മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നത്. വൈദ്യുതി ഉപഭോഗം സർവകാല റെക്കോർഡിൽ എത്തിയിരിക്കെയാണ് KSEBക്ക് ആശ്വാസമായി അധിക വൈദ്യുതി വാങ്ങാൻ റെഗുലേറ്ററി കമ്മീഷൻ അനുമതി നൽകിയത്. യൂണിറ്റിന് പരമാവധി 10 രൂപ നിരക്കിൽ 250 മെഗാവാട്ട് വൈദ്യുതി വരെ വാങ്ങാനാണ് അനുമതി. ഈ മാസം മാത്രം 600 മെഗാവാട്ട് വൈദ്യുതിയുടെ കുറവാണ് KSEBക്ക് വന്നത്. അനുമതി ലഭിച്ചതോടെ കൂടുതൽ നിയന്ത്രണങ്ങളിലേക്ക് പോകേണ്ടി വരില്ല. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഉത്പാദനത്തേക്കാൾ ഉയർന്ന തോതിലാണ് വൈദ്യുതി ഉപഭോഗം. അൾട്രാ വയലറ്റ് സൂചിക കൂടിയ സ്റ്റേഷനുകളുടെ എണ്ണം ഇന്ന് 5 വർദ്ധിച്ചു. കൊട്ടാരക്കര, കോന്നി, ചെങ്ങന്നൂർ, ചങ്ങനാശ്ശേരി, മൂന്നാർ എന്നിവിടങ്ങളിൽ ഓറഞ്ച് അലേർട്ടും കളമശ്ശേരി, തൃത്താല, പൊന്നാനി, മാനന്തവാടി എന്നിവിടങ്ങളിൽ യെല്ലോ അലേർട്ടുമാണ് പ്രഖ്യാപിച്ചത്. ചൂട് കനത്തതോടെ ഇടുക്കി, വയനാട് ഒഴികെയുള്ള 12 ജില്ലകളിൽ യെല്ലോ അലേർട്ട് തുടരുകയാണ്. സാധാരണ നിരക്കിനേക്കാൾ 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. അതിനിടെ സംസ്ഥാനത്ത് ഇന്നും നിരവധി പേർക്ക് സൂര്യതാപമേറ്റു. എറണാകുളം തൃക്കാക്കരയിൽ ആശാവർക്കർമാരായ ഫാത്തിമ ബീവി, കന്യക, സജീന, മുംതാസ്, ഷംല എന്നിവർക്കാണ് ഫീൽഡ് സന്ദർശനത്തിനിടെ സൂര്യതാപമേറ്റത്. കൂടെയുണ്ടായിരുന്ന മറ്റുള്ളവർക്കും ശാരീരിക അസ്വസ്ഥത അനുഭവപ്പെട്ടു. കൊല്ലത്ത് ബൈക്കിൽ സഞ്ചരിച്ചിരുന്ന കൊട്ടിയം സ്വദേശി നിഹാലിന്റെ കയ്യിലാണ് പൊള്ളലേറ്റത്. കനത്ത ചൂടിനിടെ ആശ്വാസമായി ബുധൻ, വ്യാഴം ദിവസങ്ങളിൽ വേനൽ മഴ എത്തുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയെ തുടർന്ന് ബുധനാഴ്ച കാസർഗോഡ്, കണ്ണൂർ, ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിലും വ്യാഴാഴ്ച കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലും യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.